നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാത്രി ഇത്രയും നേരം ആയില്ലേ? ഇനിയിപ്പോ നമ്മളെ മാത്രം തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ശരിയാ. എന്നാലും തിരിച്ചു പോകാൻ തോന്നുന്നില്ല. സഞ്ജുവിന്റെ ഒരു വിവരമില്ലാതെ വീട്ടിലേക്ക് എങ്ങനെ ചെല്ലാം? അമ്മയൊന്നും ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. അതാ ആകെയുള്ള ആശ്വാസം. സ്വാതി ഇപ്പോ വലിയ പ്രശ്നമായിരിക്കും. പ്രഗ്നന്റ് കൂടിയാണല്ലോ. അവളെ ആശ്വസിപ്പിക്കാൻ ലച്ചു അവിടെയുള്ളത് ഭാഗ്യം. ഡോക്ടർ, ഇത് സഞ്ജു ഇട്ടിരുന്ന ചെരുപ്പാണല്ലോ. തന്നെ, ഇത് സഞ്ജു ഇട്ടിരുന്ന ചെരുപ്പ് തന്നെയാ. ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. ആ ചെരുപ്പ് തന്നെയാ ഇത്. അപ്പോ ഈ ചെരുപ്പ് കരക്കടിയണമെങ്കിൽ സഞ്ജു ഓർക്കുമ്പോഴേ എനിക്ക് ഭയം തോന്നുക. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, ആള് കടലിൽ പോയി. രണ്ടു മൂന്ന് ദിവസമായി കടല് ശോഭിച്ചിരിക്കുക. നല്ല തിരയും അടിയൊഴുക്കുമായിരുന്നു. ആളെ ഇനി ജീവനോടെ കിട്ടുന്ന കാര്യം നോക്കണ്ട. ഡോക്ടർ, രാത്രി ഇനി തെരഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യമുണ്ടെങ്കിൽ ബോഡി മൂന്നാം പക്കം തീരത്തടിയും. അയ്യോ, ഡോക്ടറെ, സഞ്ജു സത്യത്തിൽ ഞാനാ വലിയ തെറ്റേതെന്ന് തോന്നുന്നു. ജപ്തിയെന്ന് കേട്ടപ്പോ ഞാൻ എൻ്റെ സഞ്ജുമോനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എങ്ങനെയെങ്കിലും എൻ്റെ സഞ്ജുമോനെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈശ്വര, അതിനൊരു വഴി ഉണ്ടാക്കി തരണേ. പേടിക്കണ്ട, രാജുട്ടനും ഡോക്ടറും പോയിരിക്കല്ലേ. അദ്ദേഹവുമായിട്ട് അവര് വരുത്തുള്ളൂ. അയ്യോ, അമ്മ കൂടി ഇങ്ങനെ ആയാലോ? കണ്ടില്ലേ ചേച്ചി ഇരിക്കുന്നത്? ചേച്ചി ആശ്വസിപ്പിക്കേണ്ടത് അമ്മയല്ലേ? സഞ്ജു പോയി കളഞ്ഞല്ല. അമ്മേ, കരയല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.